നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഡൽഹിയിലെ ഹോളിയാണ്. ഇതുപോലെ എല്ലാ കോളനികളിലും മൈക്കുകൾ വളരെ ഉച്ചസ്ഥായിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴാണ് ഒന്ന് ചെവിക്കൊക്കെ ആശ്വാസം കിട്ടുന്നത്. പക്ഷേ കേരളത്തിൽ ഇന്ന് വളരെ 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 ദൂരവ്യാപക രാഷ്ട്രീയ പ്രത്യാഘാതമുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നു എന്ന് കേൾക്കുന്നു. നമസ്കാരം, ഞാൻ വി കെ ചെറിയാൻ, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി. സർ, സി പി എമ്മിൽ എന്താണ് നടക്കുന്നത്? സി പി എമ്മിൽ എല്ലാം മൂന്നാം പ്രാവശ്യം സി പി എം ഇടതുപക്ഷ സർക്കാർ വരുമെന്ന് പറയുമ്പോൾ പല നേതാക്കളും ഇട്ടെറിഞ്ഞു പോവുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് നമ്മൾ കാണുന്നത് പി സുധാകരൻ വളരെ ശക്തമായ തിരുവിതാംകൂറിലെ ഒരു ശക്തമായ സി പി എമ്മിൻ്റെ നേതാവാണ്. എനിക്ക് തോന്നുന്നത് അച്യുതാനന്ദൻ കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഡർ. 65 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. അങ്ങനെ ഒരാൾ രാജിവെക്കുമ്പോൾ, അതുപോലെ പയ്യന്നൂർ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു കോട്ട തന്നെയാണ് എന്ന് പറയാം. അവിടെ ഒരു പഴയ സഖാവ് കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിടുന്നു. പാർട്ടിയുടെ പിരിവിനെതിരെ ഒരു ബുക്ക് തന്നെ പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ പലരും സി പി ഐയിൽ നിന്നും പോന്നു. ഐഷ പോറ്റി പോയത് നമ്മൾ കണ്ടു. എന്താണ് സാർ നടക്കുന്നത്? ഈ മൂന്നാം വട്ടം തിരിച്ചു വരും എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ സ്റ്റാൻഡ് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് പൊള്ളയാണെന്നാണോ ഈ സംഭവങ്ങളൊക്കെ കാണിക്കുന്നത് സാർ? ഇതിന്റെ ചരിത്രം ഞാൻ പറയുന്നത്, സുധാകരനായാലും ഐഷ പോറ്റി ആയാലും കുഞ്ഞികൃഷ്ണൻ ആയാലും, എന്തുകൊണ്ട് എന്താണ് സി പി എമ്മിന്റെ ഇന്നത്തെ യഥാർത്ഥ പ്രശ്നം? അതിന്റെ നാരായ വേര് എന്താണെന്ന് പറയാനോ അന്വേഷിക്കാനോ അവർ കഴിയുന്നില്ല. ഒന്ന്, സി പി എമ്മിന്റെ സാമ്പത്തിക നയം, സി പി എം മുന്നോട്ട് വയ്ക്കുന്ന കേരള വികസന നയത്തെ ഇവരെല്ലാം കണ്ണടച്ച് സ്വീകരിക്കുകയാണ്. ഒരുപക്ഷെ മോഡിയുടെയും നമ്മളുടെ തെലുഗു ദേശത്തിന്റെയും അതേ രാഷ്ട്രീയം, അതേ വികസന രാഷ്ട്രീയം കഴിഞ്ഞ 2016 മുതൽ ഓരോ പാർട്ടി സമ്മേളനത്തിലും കൈയടിച്ച് പാസ്സാക്കുകയാണ്. ഐസക്കും ബേബിയും സുധാകരനും ഈ താങ്കൾ ഈ പറയുന്ന എല്ലാവർക്കും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. വൻ പദ്ധതികൾ, അത്തരത്തിലുള്ള ഈ കണ്ണിഞ്ചിപ്പിക്കുന്ന കേരളയിൽ പോലുള്ള സ്വകാര്യ മൂലധനം ആവശ്യപ്പെടുന്ന പദ്ധതികൾ, സാമൂഹ്യ മേഖലയ്ക്ക് താരതമ്യേന കിട്ടുന്ന അപ്രധാനമായിട്ടുള്ള വിഹിതം, ഇതിനെക്കുറിച്ചൊന്നും ഒരു പരാജയവുമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ പ്ലീസ്, എന്നാലും കാര്യം ഇത് പൂർണ്ണമാവുകയുള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പൂർണ്ണമാണെങ്കിൽ 2 കാര്യങ്ങളിൽ കഴിഞ്ഞ 10 വർഷമായി സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, അതിന്റെ വികസന നയം മുതലാളിത്ത വികസന നയത്തിന് തുല്യമായിരിക്കുന്നു. 2, അത് മൃദു ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇതാണ് സി പി എമ്മിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പറയുന്ന അടിസ്ഥാനപരമായി സംഭവിച്ചുകൊണ്ട് എന്റെ കാഴ്ചപ്പാടിൽ അവരുടെ ആദിവാസികളുടെ അടക്കമുള്ള പാർട്ടി അംഗങ്ങളെ അവരുടെ പക്ഷത്തേക്ക് ആക്കിയതെന്നുള്ള ചരിത്രം അവർക്കറിയാമല്ലോ. കേരളത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് അവർക്ക് സ്ഥിരമായി വോട്ട് ചെയ്തിരുന്ന ഈഴവ സമൂഹത്തിൽപ്പെട്ട സഖാക്കൾ ആ BJPക്കും മറ്റും വോട്ട് ചെയ്തിരുന്ന ചരിത്രം ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ഇതെല്ലാം കാണിക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് ഈ പറയുന്ന കുഞ്ഞികൃഷ്ണനും G സുധാകരനും ഐഷ പോറ്റിക്കും രാജേന്ദ്രനും ഒന്നും ഒരു പരാതിയുമില്ല. അവരും മറ്റൊരു പാർട്ടി പോലെയാണ് സി പി എമ്മിനെ കാണുന്നത് എന്ന അവസ്ഥയാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് വരുന്ന ഈ മുറുമുറുപ്പുകളൊക്കെ കാണിക്കുന്നത് പാർട്ടിയാകെ ഇത്തരത്തിലുള്ള വ്യക്തിവാദത്തിന്റെയും പാർലമെന്ററി ക്രെറ്റനിസം എന്ന് പറയും, ഒരുതരം പാർലമെന്ററിസത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. കാരണം ഇപ്പോൾ ഇനി ഉയരാൻ പോകുന്ന വെല്ലുവിളി കോൺഗ്രസിന്റെ വെല്ലുവിളി പോലെ അല്ല, ഇതുവരെ നേരിട്ടിരുന്ന വിമോചന സമരം പോലെയുള്ള ഒരു രാഷ്ട്രീയമല്ല. വളരെ ഒരു അർദ്ധ സൈനിക RSSന്റെ നേതൃത്വത്തിലുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് ആണ് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും കേരളത്തിൽ നേരിടാൻ തയ്യാറായി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അല്ല, കേരളത്തിലേക്ക് തിരിച്ചു വന്നാല് നമ്മള് സമയം അതിക്രമിക്കുന്നുണ്ട്. അതായത് താങ്കൾ പറഞ്ഞു വെക്കുന്നത് സി പി എമ്മിന്റെ അടിസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ നിന്നും വളരെ അകന്ന് അധികാര രാഷ്ട്രീയത്തിന്റെ ഒരുതരം മത്തുപിടിപ്പിക്കുന്ന
സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അത് ഈ ഇലക്ഷന് മുമ്പേ തിരുത്തിയില്ലെങ്കിൽ ബംഗാളിന്റെയും ത്രിപുരയുടെയും അവസ്ഥ അതെ, തീർച്ചയായും അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. നന്ദി, നമസ്കാരം. വേറൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നത്.